പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന അങ്ങനെ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എന്നെക്കൊണ്ട് പലതും വെളിപ്പെടുത്തിക്കരുത്, നീ ഓരോന്ന് പറയുന്ന സമയത്ത് എനിക്ക് എല്ലാം വിളിച്ച് പറയണമെന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയേ. പിന്നീട് അനാമികയോട് പറയുകയാണ്, നീ ആൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിനക്ക് ഒരാളെ കൊല്ലാനുള്ള മനസ്സുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴും പിന്നീട് ചന്തുമോളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണല്ലോ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നീ നന്നായിട്ട് ഊട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ, ഞാനിനി ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോള്, എൻ്റെ അല്ല. എന്നാലും ഇനിയിപ്പോൾ ആദർശേട്ടന് ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഇതുപോലെ സ്നേഹിക്കും. എൻ്റെ ആദർശേട്ടനെ എനിക്ക് അത്ര വിശ്വാസമാണ്, നീയും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നിനക്ക് അതിനൊന്നും സമയമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതിന് കാരണക്കാരി നിൻ്റെ അനിയത്തി തന്നെയാണ് എന്ന് അനാമിക പറയൂ കേട്ടോ. അവളുടെ പിറകെ നടക്കുന്നതുകൊണ്ടാണ് അനാമികനെ സ്നേഹിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ ഒരു വഴക്ക് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചന്തുമോൾക്ക് വിഷം കൊടുത്തു കൊല്ലുന്നൊക്കെയാണ് ഇവൾ പറയുന്നത്, അത് മോളുടെ മുന്നിൽ വെച്ച് എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇവൾക്ക് ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, വല്യമ്മ ഇപ്പോൾ ഇവളെ ന്യായീകരിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ ന്യായീകരിച്ചതൊന്നുമല്ല മോളെ, ഇവളെ ഞാൻ കുറേ അതിൽ കാണുന്നു, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, വല്യമ്മ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, വല്യമ്മയ്ക്ക് കരൾ പകുത്ത് തന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അതിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് വേണ്ടത്. അല്ലാതെ ഇവളെ പോലെ മനസ്സിലിങ്ങനെ ദേഷ്യവും കുശുമ്പൊക്കെ വെച്ച് നടക്കുന്നവളെ ഇവിടെ ആദർശേട്ടൻ്റെ കൂടെ പിടിച്ച് നിർത്തല്ല വേണ്ടത്. ഇവളെ പോലെയുള്ളവരെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഇനിയും തെറ്റ് ചെയ്യും, ആദർശേട്ടൻ ചെയ്യുന്ന തെറ്റിനെ ഇവൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് അനാമികയാണെങ്കിലും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ദേവയാനി നയനയോട് പറയും, അവൾ പറഞ്ഞത് കേട്ടോ, എനിക്ക് കരൾ തന്ന പെൺകുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അവളോട് എനിക്ക് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് കരൾ തന്ന പെൺകുട്ടീനെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ, പക്ഷേ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന പറയും, അനാമികയുടെ മുന്നിൽ വെച്ച് അമ്മ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, അത് അവൾക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് ഈ കാര്യം തന്നെ നമ്മുടെ ജലജയോട് ചെന്ന് പറയുന്നുണ്ടായിരുന്നു അനാമിക. ദേവയാനി അതുപോലെ തന്നെ നയനയെ സ്നേഹിച്ച് തുടങ്ങിയോ എന്നുള്ള സംശയമാണ് കേട്ടോ പറയുന്നത്. പണ്ടത്തെ പോലെ ഇങ്ങനെ അവളോട് ഒരു ശത്രുത എന്നുള്ള പോലെ തോന്നുന്നില്ല, പല കാര്യങ്ങൾക്കും അവളെ ഇങ്ങനെ വല്യമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ്. അന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തിയായിരുന്നല്ലോ അവൾക്ക് അവാർഡ് കൊടുക്കുന്നത്, അന്ന് അതിന് അവൾ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മയാണ് അവളെ പോകാൻ വേണ്ടി നിർബന്ധിച്ചതും. ആ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷമാണ് വല്യമ്മയ്ക്ക് അവളോടുള്ള പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ ഏട്ടത്തിയും കൂടെ അംഗമായിട്ടുള്ള സംഘടനയാണല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവളെ അന്ന് അതിന് നിർബന്ധിച്ചത്, അല്ലെങ്കിൽ ഏട്ടത്തിക്ക് തന്നെയല്ലേ അതിൻ്റെ നാണക്കേട്, പിന്നെ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശിനും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവളോട് ഇങ്ങനെ സഹകരിക്കുന്നതെന്ന് ജലജ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അത് മാത്രമൊന്നല്ല, അതിനുശേഷം ഇങ്ങനെ ഇവിടുത്തെ ഇങ്ങനെ ജോലിക്കാരീനെ പോലും പറഞ്ഞു വിട്ടിട്ട് വല്യമ്മ അടുക്കളയിൽ കയറി, അതുപോലെ ആദർശേട്ടൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടെ ഉണ്ടാക്കുന്നുണ്ട് വല്യമ്മ എന്ന് പറയൂട്ടോ. അവളുടെ ആഹാരകാര്യം പോലും വല്യമ്മ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് ജലജ പറയൂ കേട്ടോ. അപ്പോൾ ജാനകിയും അത് പറയുന്നുണ്ടായിരുന്നു, ഞാനല്ലേ ഏട്ടത്തിനെ സഹായിച്ച് അവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കും അറിയാം, ഞാൻ തന്നെയാണ് മോളോട് ഈ കാര്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ, എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്നാണ് ജലജ അവിടെ നിന്ന് പോകുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കരുത്, അത് നമുക്കൊക്കെ ദോഷമാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അനാമിക ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പിന്നീട് ദേവയാനിയും നയനയും കൂടെ അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനി അവിടെ പാത്രം കഴുകുന്നുണ്ട്, നയന അവിടെ എന്തോ തുടയ്ക്കുകയോ എന്തോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അനാമികയുടെ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അനിയുമായിട്ട് ഇങ്ങനെ നല്ല രീതിയിലല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അനാമികയുടെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ടെന്ന് നയനയും പറയുന്നുണ്ട്. അപ്പോൾ അനാമികയുടെ ഫോട്ടോസ് ഇങ്ങനെ ദേവയാനിയും കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനെയും അനീനെയൊക്കെ നന്നായിട്ട് ഉപദേശിക്കാനൊക്കെ നയനയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ജലജ അവിടെ വന്നിട്ട് ഇവരുടെ സംസാരം എല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ജലജേനെ കാണുന്നില്ല. അപ്പോൾ അവരെന്തായാലും അനിയുടെയും അനാമികയുടെയും കാര്യമാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ജലജ അവിടെ നിൽക്കുന്നത് നമ്മുടെ മുത്തശ്ശി കാണുകയാണ്. മുത്തശ്ശി മെല്ലെ ജലജയുടെ തോളിൽ വന്നിട്ട് കൈ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഞെട്ടി തിരിഞ്ഞങ്ങ് നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ എന്താ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിക്കും. അല്ല, ഞാൻ ഒളിഞ്ഞു നിന്നൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരികയായിരുന്നെങ്കിൽ നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോയാൽ പോരായിരുന്നു, പിന്നെ എന്തിനാ ഇവിടെ മറിഞ്ഞു നിന്ന് അവരുടെ സംസാരം കേൾക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേക്കും നയനയും ദേവയാനിയും കൂടി അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വരികയാണ്.
അപ്പോൾ ദേവയാനി ജലജേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഓ നീ ഇവിടെ മറിഞ്ഞു നിന്നെല്ലാം കേൾക്കുമായിരുന്നോ? ഞങ്ങൾ മറ്റൊന്നുമല്ല സംസാരിച്ചത്, അനിയുടെയും അനാമികയുടെയും കാര്യം തന്നെയാണ്. അനീനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ മറിഞ്ഞു നിന്ന് കേട്ടതൊന്നുമല്ല, ഞാൻ ഏട്ടത്തിനെ സഹായിക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ, എന്തിനാ അങ്ങനെ സഹായിക്കണോ എന്ന് ചോദിക്കുന്നത്, അങ്ങ് സഹായിച്ചാൽ പോരെ, എന്നെന്തായാലും ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ ഞാൻ നാളെ രാവിലെ അടുക്കളയിൽ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങൾ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സംസാരിക്കുന്നത് അവൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടാളും തമ്മിൽ സ്നേഹിക്കുന്നത് ഇവിടെ എന്തോ വലിയ കുറ്റമാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നയന ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു, അനാമികയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, അത് ചെന്ന് അപ്പച്ചീനോട് പറഞ്ഞിട്ടുണ്ടാവും, അത് നോക്കാനായിരിക്കും അപ്പച്ചി എന്തായാലും ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട, അമ്മ പലപ്പോഴും അനാമിക എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്നെ ഇങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരു കാര്യം ഓർക്കാതെ, അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് സൂക്ഷിച്ച് ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ നവ്യ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജലജ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ജലജ നേരെ അവിടുന്ന് നവ്യയുടെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ അവളുടെ അമ്മായിയമ്മയും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് നവ്യ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, നീയും നിൻ്റെ അനിയത്തിയും തമ്മിൽ ഇപ്പോൾ പഴയ പോലെ ശത്രുതയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്കറിയില്ല, അമ്മായിക്ക് എന്തായാലും പണ്ടത്തെ പോലെയുള്ള ശത്രുതയൊന്നും നയനയോടില്ല, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറയൂ കേട്ടോ. പിന്നീട് ചന്തുമോളുടെ കാര്യം തന്നെയാണ് പറയുന്നത്, നിൻ്റെ കുഞ്ഞിനേക്കാളും ഇപ്പം മുകളിലാണ് ആ ചന്തുമോൾക്ക് ഇവിടെ സ്ഥാനം, അതെന്തായാലും അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇവിടെ ചെറിയ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണം, എന്നാലേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, നിൻ്റെ മോനേക്കാളും മുകളിൽ അവളായി പോകരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ അത് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരിൽ ചെറിയ വഴക്കുണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കണം എന്നാണ് ജലജ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് അവൻ്റെ മുത്തശ്ശനോ അതുപോലെ തന്നെ മുത്തശ്ശിയോ അവനെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യുകയോ ഉപദേശിക്കുകയോ ശിക്ഷ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവൻ വഴി കൂടെ പോകുന്ന ഒരു പെൺകുട്ടീനെ ഒന്ന് നോക്കിയാൽ മതി, അവന് അപ്പം തന്നെ ശിക്ഷയും കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ തലയെടുപ്പുള്ള ഇങ്ങനെ ഇവിടുത്തെ കൊച്ചുമോനാണല്ലോ ആദർശ്, എന്നിട്ട് അവന് ഒന്നും ചെയ്തില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്നെ എടുത്ത് വളർത്തിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു വേർതിരിവ് അവനോടും കാണിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിൻ്റെ മോനുണ്ടാവരുത്, അതുകൊണ്ട് നീ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്തോണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്കും ചെറുതായിട്ട് മനസ്സിലൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നീട് നവ്യ മോനെ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നയനയുടെയും ദേവയാനിയുടെയും അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ സമയത്ത് ദേവയാനി ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണമൊക്കെ എന്തോ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചും സ്നേഹിച്ചൊക്കെ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നവ്യ ഇത് കാണുന്നുണ്ടായിരുന്നു. നവ്യ അവരോട് വന്നിട്ട് പറയും, എൻ്റെ അമ്മായിയമ്മയ്ക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയെന്നുള്ളത്, അതെന്നോട് വന്ന് ചോദിക്കുകയും ചെയ്തു, പക്ഷേ നിങ്ങളോട് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും തുറന്നു പറയില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. പക്ഷേ അങ്ങനെ മറച്ചു വെക്കുന്നതിൽ എനിക്കിപ്പോൾ നല്ല സങ്കടമുണ്ട്. ഞാൻ പ്രസവത്തിന് പോകുന്നതിന് മുന്നേ ഉള്ള എൻ്റെ അമ്മായിയമ്മയും അബിയല്ല ഇപ്പോൾ ഉള്ളത്, അവരൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ അമ്മായിമ്മ പൂർണ്ണമായിട്ട് മാറിയെന്ന് എനിക്കറിയില്ല, പക്ഷേ അബിക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതിൽ എനിക്ക് നല്ല സങ്കടമാണെന്ന് പറയട്ടെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ അടുത്തു നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കേണ്ടതെന്ന് പറയുമ്പോൾ നവ്യയ്ക്ക് അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ ആദർശേട്ടനേക്കാളും മുകളിൽ തന്നെയാണ് എൻ്റെ അബി എന്ന് പറയൂട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ, എല്ലാവരും സത്യം അറിയണോ വേണ്ടേ എന്നൊക്കെയുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അബീനെ അത്രയ്ക്കും അങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് നവ്യ സത്യം വെളിപ്പെടുത്തില്ല എന്ന് അവർക്ക് വാക്ക് കൊടുത്തുകൊണ്ടാണ് അത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നയന ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ചേച്ചിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ദേവയാനി നയനയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇനി എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ അമ്മ എന്നിങ്ങനെ പറയും. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ചിലപ്പോൾ അമ്മ അത് മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് ഇനി അത് വേണ്ട എന്ന് പറയും. പിന്നീട് ആദർശ് നയനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആദർശിനെയാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനയോട്, അവർക്കാർക്കും സത്യം അറിയില്ലല്ലോ, ഇപ്പോഴും തെറ്റ്
ചെയ്തവർ നമ്മുടെ മുന്നിൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് അങ്ങ് നിൽക്കല്ലേ എന്ന് പറയും. പിന്നീട് അബി എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കും. ഇനിയിപ്പോൾ അവനൊരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുത്താൽ അതും റിസ്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് റിസ്ക് ആണ്, പക്ഷെ അവനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ നവ്യയ്ക്കും സംശയമാവും എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു അന്ന് ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണ്ണം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പിന്നിൽ അബിയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുകയാണ്. നയന പറയും എന്തായാലും അമ്മ നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട്, എനിക്കും അതിൻ്റെ പിറകെ പോകണം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരാൻ വേണ്ടി ദൈവങ്ങളോട് പ്രാർത്ഥിക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് ആദർശിൻ്റെ തോളിലേക്ക് അങ്ങ് കിടക്കുകയാണ് നയന. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.